ഗുരുദർശന വിചാര കേന്ദ്രത്തിലെ ആത്മോദയ ശതക പാരായണ മാസാചരണത്തിൻ്റെ ഭാഗമായുള്ള ഇന്നലെ പറഞ്ഞ പോലെ നാരായണ ധർമ്മം എന്ന കൃതിയിലേക്ക് നമ്മൾ പ്രവേശിക്കുക. എന്താണ് നാരായണ ധർമ്മം? എന്നൊരു ചോദ്യം ഉണ്ടല്ലോ. പലരും ഇത് കേട്ടിട്ടില്ല എന്ന് തോന്നുന്നു, കേട്ടവർ കണ്ടിട്ടില്ല എന്നും തോന്നുന്നു, ഗ്രന്ഥം കണ്ടവർ പൂർണ്ണമായി വായിച്ചിട്ടില്ല എന്നും ആണ് നമ്മുടെ ഒരു അനുഭവം. അതുകൊണ്ട് നാരായണ ധർമ്മം 10 സർഗങ്ങളിലായി തീരുകയാണ്. ആ 10 സർഗങ്ങളിലായി തീർന്നിരിക്കുന്നത് 10 ദിവസം കൊണ്ട് മുഴുവനായും നമുക്ക് പറയാൻ പറ്റില്ല. അതിലെ പ്രധാന ഭാഗങ്ങളൊക്കെ എടുത്തിട്ട് നമുക്ക് പാരായണം ചെയ്ത് അർത്ഥവിശകലനം ചെയ്ത് പോകാനേ സാധ്യമാവുകയുള്ളൂ. നമ്മുടെ കൈവശത്തിൽ ഇനി 10 ദിവസമല്ലേ ഉള്ളൂ. നാരായണ ധർമ്മം എന്ന കൃതിയെക്കുറിച്ച് ഒരു ചോദ്യം എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, നാരായണ ധർമ്മം ക്രിസ്തീയർക്ക് ബൈബിൾ പോലെയും മുഹമ്മദീയർക്ക് പരിശുദ്ധ ഖുർആൻ പോലെയും ഹിന്ദുക്കൾക്ക് ഭഗവത്ഗീത പോലെയും കമ്മ്യൂണിസ്റ്റുകാർക്ക് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പോലെയും സിഖുകാർക്ക് ഓം ശ്രീ ഗുരുഗ്രന്ഥ സാഹിബ് പോലെയും പ്രമാണപ്പെട്ട ഒരു ഗ്രന്ഥമാണ് നാരായണ ധർമ്മം. ലോകത്തെ എവിടെയുമുള്ള മനുഷ്യർക്ക് ജാതി മത വർഗ വർണ്ണഭേദമില്ലാതെ ജീവിതായോധനത്തിന് ഉപകരിക്കുന്ന ഒരു കുഞ്ഞിൻ്റെ ജനനം മുതൽ മരണം വരെയും മരണാനന്തരം എന്തെല്ലാം ചെയ്യണം ആവശ്യമുള്ളവർക്ക്, എല്ലാവർക്കും വേണമെന്നല്ല, മരണാനന്തരം വല്ല ക്രിയയും ആവശ്യമുള്ളവർക്ക് വേണ്ടതുണ്ടോ, ഉണ്ടെങ്കിൽ അതും മൂക്കു താഴോട്ടുള്ള സകലമാന മനുഷ്യർക്കും ഉപയുക്തമാകുമാറാണ് ഗുരുസ്വാമികൾ നാരായണ ധർമ്മം പറഞ്ഞു കൊടുത്തിട്ട് എഴുതപ്പെട്ടിട്ടുള്ളത്. നാരായണ ഗുരുസ്വാമികൾ വിശ്രമിക്കുന്ന നേരത്ത് 1-ാം സർഗത്തിൽ പറയുന്നു. 1-ാം സർഗത്തിൽ എന്താ ഉള്ളതെന്ന് ചോദിച്ചാൽ ശിവഗിരി വർണ്ണനയും അതുപോലെ ശിവഗിരി ഇരിക്കുന്ന പ്രദേശം ഏതാണോ ആ പ്രദേശത്തിന്റെ വർണ്ണനയും ഒക്കെയാണ്. നാരായണധർമ്മത്തിന്റെ അടിസ്ഥാന ആശയം നാരായണ ഗുരു നാരായണധർമ്മം സംശോധനം ചെയ്ത് ശിഷ്യന്മാർക്ക് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിപ്രകാരമാണ്: ധർമ്മയേവ പരം ദൈവം ധർമ്മയേവ മഹാധനം ധർമ്മം സർവത്ര വിജയീ ഭവതു ശ്രേയസേ നൃണാം. ധർമ്മമാണ് ദൈവമായിരിക്കുന്നത്. ധർമ്മമുണ്ടോ അതാണ് മഹാധനം. ധർമ്മം സർവത്ര വിജയീ ഭവതു. ധർമ്മം എവിടെയുണ്ടോ അവിടെ എല്ലാം വിജയം ഉണ്ടാവും. ശ്രേയസേ നൃണാം. മനുഷ്യർക്ക് അത് ശ്രേയസ് ഉണ്ടാക്കി കൊടുക്കും. ഒരു സംശയവും ആ കാര്യത്തിലില്ല. ഇത്രയും മനസ്സിലായെങ്കിൽ നമുക്ക് നാരായണധർമ്മത്തിന്റെ 1-ാം സർഗത്തിലെ ഒരു ഭാഗത്തിലേക്കൊന്ന് പോയിട്ട് വരാം. തം മഹാന്തമുപാഗമ്യ ധർമ്മവേഷണ തത്പര ബോധാനന്ദമുഖാ ശിഷ്യ പ്രണവത്യാംഭയുഞ്ജിത. ധർമ്മം എന്താണ് എന്ന് അന്വേഷിക്കുന്നതിൽ തൽപരനായിട്ടുള്ള വേദാന്തജ്ഞാനിയായ മഹാഗുരുവിൻ്റെ അടുത്ത് ആ ധർമ്മത്തെക്കുറിച്ച് അറിയുന്നതിന് ബോധാനന്ദൻ എന്ന മുഖ്യ ശിഷ്യനോടും മറ്റു ശിഷ്യന്മാരോടും
നാരായണ ഗുരുസ്വാമികൾ അരുളി ചെയ്ത് കൊടുക്കുന്നതാണ്, പറഞ്ഞു കൊടുക്കുന്നതാണ് നാരായണ ധർമ്മം. മനുഷ്യൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത്, എന്തെല്ലാം കാര്യങ്ങൾ നാം സ്വീകരിക്കണം, എന്തെല്ലാം നാം ഉപേക്ഷിക്കണം. ഉപേക്ഷയുടെയും സ്വീകരണത്തിൻ്റെയും തോതനുസരിച്ച് ധർമാധർമ്മങ്ങൾ ഉണ്ടായി വരും. ധർമ്മയുക്തോ ജീവിതം എന്നാണ് മനുഷ്യന് ഗുരുസ്വാമികൾ നൽകുന്ന സന്ദേശം. ധർമ്മയുക്തോ ജീവിതം. ഗുരുവിൻ്റെ 73 ദീർഘവർഷത്തെ ജീവിതം ധർമ്മത്തിൽ അടിയുറച്ചതും ധർമ്മം ലോകത്തിന് നൽകുന്നതുമായിരുന്നു എന്ന് അറിയുക. അങ്ങനെ അറിയാൻ കഴിഞ്ഞാൽ ധർമ്മിഷ്ഠനായ അച്ഛനാവാൻ, മകനാവാൻ, മകളാവാൻ, സഹോദരിയാവാൻ, സഹോദരനാവാൻ, ഭാര്യയാവാൻ, ഭർത്താവാകാൻ, കൂട്ടുകാരനാവാൻ, കൂട്ടുകാരിയാവാൻ, അയൽവക്കക്കാരനാവാൻ, സമൂഹത്തിൽ ഇടപെടുന്ന മുഴുവൻ മനുഷ്യർക്കും ധർമ്മനീതികളിൽ അടിയുറച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കണം. അപ്പോഴാണ് ഗുരുസ്വാമികൾ പറയുന്നത് നന്നായ മനുഷ്യൻ ഉണ്ടാകുന്നത്. ആ നന്നായ മനുഷ്യനെ സ്വീകരിക്കാൻ 2-ാം സർഗം മുതൽ നമുക്ക് നാളെ ഒരുമിച്ചിരുന്ന് സംവാദം ചെയ്യാം. പോരെ? പിന്നെ നമുക്കിവിടെ നിർത്തിയിട്ട് ഇതിൻ്റെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ പറയാം. ആ സംശയ നിവൃത്തിക്ക് ശേഷം ഇന്ന് ശാന്തി മന്ത്രത്തോടു കൂടി നമുക്കത് അവസാനിപ്പിക്കാം. അതുകൊണ്ട് ഇത് കേൾക്കുകയും കാണുകയും ചെയ്യുന്ന മുഴുവൻ പേർക്കും നന്ദി, നമസ്കാരം. നാരായണ ധർമ്മം എല്ലായിടത്തും വിജയിക്കുമാറാകട്ടെ.